നമസ്കാരമുണ്ട്. നമസ്കാരം. നമസ്കാരം. ഞാൻ നിങ്ങളുടെ പരിപാടിയൊക്കെ എപ്പോഴും കാണാറുണ്ട്. ഓ കാരണം നല്ല ഗംഭീരമാണ്. താങ്ക് യു. പിന്നെ ഈ മോട്ടിവേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കണതൊക്കെ. അതെ അതെ, കാരണം അദ്ദേഹം ഇങ്ങനെ ഏത് പരിപാടി ചെന്നാലും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം തന്നെ ഒരു മോട്ടിവേഷൻ ആണ് അല്ലേ? അതിന്റെ ഒരു നല്ല നല്ലൊരു ഗൈഡ് കൊടുക്കണേ. ഇത് ഈ മോട്ടിവേഷനിൽ മാത്രം എനിക്ക് നിങ്ങളോട് തീർപ്പുള്ളൂ, അറിയോ? അതെന്താ എന്താ എതിർക്കേണ്ട കാര്യം? എന്താ ഈ മോട്ടിവേഷൻ കേട്ട് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നേ. എന്താ പ്രശ്നം? നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ തളരരുത്, നിങ്ങൾ സധൈര്യം മുന്നോട്ട് നടക്കണമെന്ന് പറഞ്ഞു. പറഞ്ഞു. എന്നിട്ട് മുന്നോട്ട് പോയാലാണ് എന്നെ പോലീസ് പിടിച്ച് കൂമ്പിനടിച്ചത്. എന്താ പ്രശ്നം? എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം? എന്തായിരുന്നു? എനിക്ക് കൊറോണ ആയിരുന്നു. ഞാൻ അത് വെച്ചോണ്ട് പുറത്തിറങ്ങിയാണ്. അതും വെച്ച് പുറത്തേക്ക് ഇറങ്ങി നടന്നാ? ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞല്ലേ. അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ചു ദിവസം ഇവിടെ കാണാഞ്ഞത്. അതുകൊണ്ടല്ല, പിന്നെ അത് പറയാൻ വരെയായിരുന്നു ഞാൻ. എൻ്റെ ജീവിതത്തിലൊരു സന്തോഷം നിറഞ്ഞൊരു ദിവസമാണെന്ന്. അതായത് ഞാൻ പുതിയൊരു ചാനലുമായിട്ട് ഒന്ന് കൈകോർത്തേക്കാണ്. പുതിയ ചാനൽ തുടങ്ങും. അപ്പൊ അതിലേക്ക് എൻ്റെ പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചേക്കാണ്. കാരണം എനിക്ക് ഈ വേദിയിൽ മാത്രം പുള്ളി എന്നെ അനുവദിക്കൂല, കയറ്റിവിടൂല പുള്ളി. എന്ത് ചെയ്താലും നമ്മളാ ഇടിച്ച് തളർത്തി കളയും. മനസ്സിലായില്ലേ? പക്ഷെ നമ്മുടെ കഴിവിനെ അംഗീകരിക്കണ വേറെ ചാനലുണ്ട്. എന്നെ വിളിച്ച് ഞാൻ അവിടെ പോയി ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടാ വന്നത്. അവിടെ എന്താ പരിപാടി? എന്താ അത്? അവിടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഇവിടെ സ്റ്റാൻഡപ്പ് കോമഡി അല്ലേ, അവിടെ സിറ്റ് ഡൗൺ കോമഡി. സിറ്റ് ഡൗൺ കോമഡി എന്ന് വെച്ചാൽ സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മള് ഇവിടെ വന്ന വേദിയിൽ വന്നവരൊക്കെ നേരെ നിലത്തിരുന്നിട്ട് സ്കിറ്റ് ചെയ്യണം, ജഡ്ജസ് എഴുന്നിട്ട്. കാരണം നിങ്ങൾ ഇരുന്നിട്ട് അവര് നിന്നിട്ടാണല്ലോ, നേരെ ഓപ്പോസിറ്റ് അടിക്കും. അതിനിടയ്ക്ക് ഒരു സംഭവം, ഞാൻ അവിടെ ഒരു കോമഡി ഒരു സാധനം വെറുതെ ചുമ്മാ അടിച്ചു കൊടുത്ത്. അതിന് ഡയറക്ടർ കസേരന്ന് പറഞ്ഞിട്ട് താഴെ വീണ് ക്യാമറാമാൻ ഓടിക്കളഞ്ഞു വീട്ടിലേക്ക്. പിന്നെ അവിടെ ആങ്കർ ചെയ്യണ പെണ്ണുണ്ടല്ലോ, ആങ്കറിന്റെ പെണ്ണിനെ മേക്കപ്പ് മാൻ ഇങ്ങനെ കണ്ണെഴുതിക്കൊണ്ടിരിക്കുന്നു. അവന്റെ നീ ഐബ്രോ കണ്ണി കുത്തിക്കറി. ഞാൻ പറഞ്ഞും പോയി. ഒരു എതിർപ്പുണ്ട്. കാരണം നിങ്ങളെ പോലെ ഒരാള് ഇത്രയും എപ്പിസോഡുകളിൽ നമ്മളോടൊപ്പം നിന്നിട്ട് ഇവിടെയുള്ള മോശം തമാശ മുഴുവൻ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു നല്ല തമാശ കിട്ടിയപ്പോ നിങ്ങളത് വേറൊരു ചാനലിൽ പോയി പറഞ്ഞു. ചോറൊരിടത്തും കൂറൊരിടത്തും എന്ന് പറയും. അങ്ങനെ അല്ലായിരുന്നു. സംബന്ധിച്ച് അത് ചെയ്യരുത് മാമ. അല്ല, അവിടെയാണ് ചെയ്യാൻ പോകുന്നത്. എന്റെ ഷോ അവിടെ ഷോ നടക്കാൻ ഇവിടെ നമുക്ക് നിങ്ങൾ ഇവിടെ വന്നപ്പോ മോശം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അവസരം കിട്ടാത്തത്. അവിടെ പോയി നല്ലത് പറഞ്ഞു, അതുകൊണ്ടാണ് നിങ്ങളെ അവിടെ എടുത്തത്. നിങ്ങൾക്ക് ആ നല്ലത് ഇവിടെ പറയാൻ പാടില്ലായിരുന്നു. ഈ കൗണ്ടർ പുറത്ത് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അല്ല, ഞാൻ പറയുന്നത് അവരോട് പറ, അത് ടെലികാസ്റ്റ് ചെയ്യരുതെന്ന് പറയൂ, എന്നിട്ട് അത് ഇവിടെ ചെയ്യും.